ഒരു കോളത്തിട്ടുണ്ട്. നമ്മുടെ ആനിക്കവളയില്ലേ, ഇന്ത്യൻ കോഫി ഹൗസേ, അവള് നിനക്കിട്ടൊരു പണി തരാൻ ഒരു മരുന്നുമായിട്ട് വരും. ഉണ്ണി വൈദ്യർ അത് മേടിച്ചൊന്ന് കൊഴുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവള് വരുവാടാ. അയ്യോ, ഇതാരും മായമ്മയോ? ഈ തടി അറപ്പിക്കാൻ വന്നതാ? അല്ല, ഞാൻ ഇയാളെ ഒന്ന് കാണാൻ വന്നതാ. ഭഗവാനെ, അങ്ങനെ എന്റെ ആഗ്രഹം സാധിച്ചു. വാച്ച് സ്വർണ്ണ? സ്വർണം പൂശിയതാ കോട്ടി. എനിക്ക് ഓർമ്മയുണ്ട്. പഠിക്കുമ്പോഴേ ആള് പളപളപ്പാ. ആ മാലയുടെ തുമ്പത്തെ കണ്ണാടി ലോക്കറ്റുണ്ട്. പെൺകുട്ടികളുടെ കണ്ണിലോട്ട് ടോർച്ചടിക്കുന്ന പോലെ. അയ്യോ, പഴയതൊക്കെ ഓർക്കുമ്പോ എന്റെ മായമയും വായിൽ വെള്ളം വരികയാ. എന്റെ ഡോ, ഇതൊന്ന് നേരത്തെ പറയാൻ മേലായിരുന്നോ? എന്ത്? താൻ വലിയ മൃദംഗക്കാരനാണെന്ന്. അയ്യോ, നമ്മൾ വലിയ കൊണാണ്ടറാണെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. താൻ ആള് ആമ്പൽപ്പൂവാണേലും ചെമ്പരത്തിയാ, ചെമ്പരത്തിപ്പൂ. നിന്റെ ചെവിയിൽ ഞാൻ ചെമ്പരത്തിപ്പൂ വെക്കൂടും. ആ മുട്ടായിക്കൊരു പൂച്ചനട്ടയുടെ മണം. ആ മണം ഒന്ന് സഹിച്ചാലേ ചേട്ടാ. തൊണ്ടനൊമ്പരത്തിനും പൊണ്ണത്തടിക്കും അമ്മാവന്റെ ബെസ്റ്റ് മരുന്നാ. ആണോ? ഈ ചെലമ്പിക്കുന്നതിലൊരു കണ്ടീഷനാലിറ്റി. തൊണ്ട നൊമ്പരത്തിനും പൊണ്ണത്തടിക്കും ഒറ്റ മരുന്ന്. മായമേ, ഞാൻ ഈ തടിയൊന്ന് കുറച്ചാലോ? എന്നിട്ട് നിന്നെ പോലെ നല്ല കമ്പി കാലായാലോ? എന്നെ പോലെ ആവണേലേ ഇയാള് ദിവസം 10 എണ്ണം വെച്ച് കഴിക്കണം. ഒന്നിങ്ങി തന്നെ. ഒരു മുട്ടായിക്ക് എത്ര കിലോ ഒരുവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവനും നല്ല കംപ്രഷൻ ആക്കും. കുഞ്ഞിപ്പാപ്പേ, നമ്മുടെ ശ്രീധരൻ വക്കീല് മരിച്ചുപോയി കേട്ടോ. കുഞ്ഞിന്റെ ദൈവം ന്യായമുള്ളവനാടോ. എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച തെണ്ടിയാവൻ. തെറ്റിപ്പോയി ചാമി. നിനക്ക് വെച്ചിരുന്ന വസ്തു മുദ്രപത്രത്തിലെ കള്ളയൊപ്പിന് മുകളിൽ കുഞ്ഞിന് വേണ്ടി ഞാനത് മാറ്റി എഴുതി. എന്റെ പൊട്ടം കാണിക്കണേ. കുഞ്ഞിപ്പാപ്പ, അവൻ പറഞ്ഞത് കേട്ടാ, വക്കീല് ചത്തതുകൊണ്ട് എല്ലാം കൂടെ എടുത്ത് വാരി തിന്ന കൊന്നുകളയുന്നു. എന്റെ ഈ ചമച്ചി അടിച്ചു നുറുക്കി നിന്നെ പെട്ടിയിലാക്കി കളയും. പോട്ടാൻ കിട്ടും. ഇവന്റെ അപ്പം പറ്റിച്ചതിന് ഇവൻ എന്നാ കഴിച്ചടാ? കുഞ്ഞിപ്പാപ്പ അറിഞ്ഞില്ലേ? ഈ ചാമച്ചി അവളെ കെട്ടി തൂങ്ങിയെന്ന്. ചാവാൽ കുഞ്ഞിപ്പാപ്പ, ഈ ചാമച്ചി എങ്ങനെ ആ സംഭാരക്കാലത്തിന് മുന്നിൽ കെട്ടി ഞാൻ ചത്തിരുന്നെങ്കിൽ പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവളെ കുറിച്ചൊരു വാക്ക് നീ എന്നോട് പറയരുത്. കെട്ടിച്ച് വിട്ടവള് വീതവും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അവർക്ക് എന്റെ ആഞ്ഞിലി മൂട് വേണമെന്ന്. നാട്ടുകാരുടെ വായടച്ച് കൊടപ്പാ നമ്മുടെ ഈ ചാമച്ചിക്ക് ഒരു 5-10 ഏക്കർ. കാളാമുണ്ടന് പോലും വിലയില്ലാത്തവന് 10 ഏക്കർ കൊടുക്കാൻ
നീ എന്റെ പെങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞു. നിന്റെ പെങ്ങൾ ഒഴിച്ചകത്ത് നിൽപ്പുണ്ടല്ലോ, അവർക്ക് കിട്ടോ 10 ലക്ഷം നിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ആട്ടുകല്ലിട്ട് നിന്നെ അരച്ചാ കിട്ടും 10 കിലോ എല്ലും പൊടി. മണ്ണിലിട്ടാന്ന് വട്ടം വരയ്ക്കാൻ അറിയാത്ത ദുഃഖകനി, ഒരു ഈച്ച പോലും അനുവാദമില്ലാതിരിക്കാത്ത കുഞ്ഞിന്റെ ദേഹത്ത് കാലടക്കി വിലയില്ലാത്ത പോലീസുകാരൻ കൈവച്ചു. നീ അതല്ല ചോദിച്ചത്, ഈച്ചാമച്ചി തൂങ്ങിയെന്ന്. പോയി കിടന്നുറങ്ങടാ, വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. வணக்கம் தலைவரே. வணக்கம் வணக்கம். தலைவா, முறுக்கு சாப்பிடுறீங்களா? வெள்ளப்பட்டி முறுக்கு கொஞ்சம் காரமா இருக்கும். ஐயா, நமக்கு ஒபிஷியலி ஜேசிபி பார்க்கணும். உள்ள போலாமா? போலாம். ஆனா ஃபேவருக்கு ஃபேவர், உதவிக்கு உதவின்னு. கார முறுக்கோட உனக்கு வேற எந்த முறுக்கு வேணும்? காட்டுப்பന്നി அடிச்ச அந்த காலு உங்க அருவாளுக்கு முறியுமா? தலைவா தலைவா, தும்பிய மூக்குல பிடிக்க கூடாது, பின்னாடி இருந்து பிடிக்கணும். கொசுவ பிடிக்கவே கூடாது. ஒரே அடி. பயந்துட்டியா? முறு சாப்பிடு, இன்னொன்னு சாப்பிடு, என்ஜாய். உட்காருங்க சார். நீ சாப்பிடு. சரிங்க. என்ன மாமா? ஜேசிபி, உன் மூலசேரி வக்கீல் செத்துட்டான்பா. அதை கேட்டு உங்க அம்மா தூக்கு போட்டா. அம்மா, பொறுமையாயிரு, பொறுமையாயிரு. உங்க அம்மா கொண்டு ஆகல. ആ തന്തക്കളവന്റെ പന്നി കടിച്ച കാല് ഞാൻ വെട്ടി മുറിക്കും. എടാ മാതാ, അത് തന്നെ ഞാനും പറഞ്ഞേ. അല്ലാണ്ട് തുമ്പിയുടെ കുണ്ടിക്കൊക്കെ പിടിച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ. இந்த கண்ணுக்கு அர்த்தம் என்னன்னு தெரியுமா? இதுதான் பப்பாய் கண்ணு. இந்த பப்பாய் கண்ணை குத்துனா இந்த அப்பாய் கண்ணு குருடாகும். நான் சொல்லல, அந்த பெருமாள் தான் சொன்னாரு. അങ്ങനെ വെട്ട്. ഹലോ, ആരാ? കുട്ടിയമ്മയാടാ. ഓ, ബുള്ളറ്റ് കുട്ടിയമ്മ. ഭേഷ്, അപ്പന്റെ മോൻ തന്നെ. പൊന്നൂച്ചേ, പല്ല് ഡോക്ടർക്ക് നിന്റെ ചേച്ചിയോട് എന്തോ മിണ്ടണോന്ന്. നീ അന്ന് ഒന്നല്ലട മിണ്ടിയുള്ളൂ മോനെ, ഒന്നുകൂടെ ഒന്നങ്ങ് മിണ്ട്. മിണ്ടി ഒന്ന് അടുത്തേ. ബോംബെ ഹൽവ പോലത്തെ പെണ്ണ അലിഞ്ഞു പോവും. ഇനിയിപ്പൊ കാശിൽ 1 2 കുറഞ്ഞോന്ന് വെച്ച് അമ്മാവന്റെ വാക്ക് കേട്ട് കിണാപ്പിടാന്നൊന്നും പറഞ്ഞേക്കല്ലോ മോനെ. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറടാ ചക്ക. നീ ഉണ്ടല്ലോ. അയ്യോ, ഞാൻ കുളിക്കാൻ പോയെന്ന് പറ. നീ കുളിക്കാൻ പോയല്ലോ. എടി, നീ കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ, പോയി ഒന്ന് മിണ്ടടി. ചുമ്മാ അടുത്ത് പോയിട്ട് പിന്നെ അങ്ങനെ നടക്കാതെ വന്ന വേണ്ട. നീ ഒന്നും പേടിക്കണ്ടടി, കാശൊക്കെ റെഡിയാവും. വണ്ടി വിറ്റ കാശിനെടുത്ത് വെച്ച റബ്ബറിന്റെ വില ഡബിളായി. നീ പോയിട്ട് നിന്റെ അപ്പം പറയുന്ന പോലെ കംപ്രഷനായിട്ട് മിണ്ടിക്കൊട്. എടോ, കൈകിഴ ചൊടിഞ്ഞല്ലോ. ഞാൻ കുളിക്കായിരുന്നു. ഇല്ലെന്ന് പറയുന്നത് കേട്ടല്ലോ. നല്ല കംപ്രഷനോടെ നുണ പറയും അല്ലേ? ഇനിയിപ്പോ ഇവള് പോയ ആര് പാതിരയ്ക്കും 10 വെളുപ്പിന് വാതിൽ തുറന്നു തരും? അതിനല്ലേ എന്റെ ചേച്ച. അങ്ങനെ വിളിക്കാനും പറ്റിയല്ലോ ഇവനെ. ചേട്ടാ, അത്രക്ക് ഇഷ്ടാണല്ലേ. നിന്റെ അപ്പം മരിച്ചാലോ ഞാൻ മരിച്ചാലോ നീ കൂടുതൽ കരയാ? അതെന്റെ പാപ്പയും മരിച്ചാ? അതെന്താടാ? അപ്പം വയസ്സനല്ലേ, എപ്പോ വേണേലും ചത്തുപോയില്ലേ?
ചാവാതിരിക്കാൻ വേണ്ടിയല്ലടാ അപ്പൻ എണ്ണ വേങ്ങ വെട്ടി കട്ടില് പണിയുന്നത്. കട്ടില് പണിത് വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി കെട്ടിപ്പിടിച്ചു കിടക്കാം. എത്ര? 30 കിലോ. ഇന്നത്തെ വിലക്ക് റബ്ബറിന് എണ്ണ കിട്ടൂടാ. 50 കെട്ടണം, തൂക്കി കഴിയട്ടെ. കട്ടച്ചറ ഉണ്ടാക്കിനാടല്ലേ 75 പോയില്ലേ? ചുക്കെ പോയ അണ്ടി കിട്ടൂടാ. എത്ര? കഴിഞ്ഞ കുംഭത്തിലെ ഇരുട്ടിന്ന് ആനവണ്ണത്തിലാണ് ഞങ്ങൾ ഡീറ്റി പിടിച്ചത്. ഒഴുക്കുവെള്ളത്തിൽ ഒഴുകി വന്നതുകൊണ്ട് ഭയങ്കര ലാഭമായിരുന്നു. എടാ പാപ്പോയെ തമ്പുരാന്റെ ആളാ ബലവാൻ. മില്ലി പാപ്പോയെ കാണാൻ വന്നപ്പോ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. തമ്പ്രാന് കൊടപ്പളിക്കുന്ന ഒരു കരിവീട്ടുണ്ട് 105 വണ്ണ. അപ്പൊ പൂഞ്ഞാറ്റിലെ ദീപസ്തംഭം അല്ലയോ? ഈട്ടി ആയതുകൊണ്ട് ആരും അത്ര അങ്ങോട്ട് മോഹിക്കുന്നില്ല. വരുന്നവരെല്ലാം പറയണേ വെട്ടി വിറ്റേച്ച് പൈസ തരാന്നാ. പറയുമ്പോ എല്ലാം പറയണല്ലോ. ഈ തടി നിൽക്കുന്ന സ്ഥലത്തിന്റെ മേലൊരു കേസ് ഉണ്ടായിരുന്നു. അല്ല അത് കഴിഞ്ഞതാ. എന്നാലും വാങ്ങാൻ വരുന്നവർക്ക് അത്ര വിശ്വാസം വരണില്ല. ഒരു വില പറഞ്ഞ് ഉറപ്പിച്ച് പാപ്പോയിക്കാണെ വെട്ടിത്തരാൻ തമ്പുരാന് വിശ്വാസക്കുറവില്ല. ശൂരനാട്ട് കുഞ്ഞേട്ടന്റെ മോനല്ലേന്നാ തമ്പുരാൻ പറയണേ. നമുക്ക് തടിയൊന്ന് കാണണല്ലേ? ആ കക്കാണിന്റെ ഇടത്തോട്ടുള്ള വഴി പിടിച്ചാ ചെന്നെത്തുന്നത് കുടപ്പളിക്കുന്നില്ല. പൊളിഞ്ഞു കിടക്കുന്ന ഒരു കലങ്കുണ്ടേ, അവിടെ നിർത്തി ഒന്ന് ഹോൺ അടിച്ചാ മതി. തമ്പുരാന് ചോറ്റാനിക്കരയ്ക്ക് രാവിലെ ഒരു പുറപ്പാടുണ്ടേ. 9 പോവും. അപ്പൊ ഞാനൊരു 8:30 മണിക്ക് എത്തിക്കൊള്ളാം. ഞാനങ്ങട് ഓ. ദൈവം സത്യമുള്ളവനാ. തികയാത്തതിന്റെ കൂടെ കൂട്ടുവരുന്നത് കണ്ടില്ലേ? നാളെ മമ്മാലിക്കയുടെ അംബാസഡറിലങ്ങ് വിട്ടുകളയാം. എന്താ? ഓ വണ്ടി നിർത്ത്. എന്താടാ തോമസ? നീ ഏതോ ഒരു ഈട്ടിത്തടി നോക്കാൻ പോകണോ? നീ പോകരുത്, അതൊരു ചതിയാ. ചതി ഒരു വഴി. അവനാ മാത്തൻ മെനിഞ്ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ കൊല്ലാനാ ഹറാം പറഞ്ഞ തമിഴനുമായിട്ട് എന്തോ കെണി ഒരുക്കിയിട്ടുണ്ട്. രാവിലെ അമ്മച്ചിക്ക് പൊടിയേരി കഞ്ഞിയുമായിട്ട് എന്റെ ഭാര്യ ആശുപത്രി ചെന്നപ്പോ മാത്തനും കൂടെ ഹറാം പറഞ്ഞ തമിഴനും ആശുപത്രിയിലെ മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കെണികൾ പ്ലാൻ ചെയ്യുന്ന അവള് കേട്ടെന്ന്. അവനെ ചവിട്ടി കിണച്ചു തീ കൊളുത്താൻ പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തുമായിട്ട് നടന്ന അന്റെ പെങ്ങടെ നിക്കാഹാരം നടത്തും. കക്കാണി വരെ 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പോയ ആറാം പറന്നോനെ കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം. ഇങ്ങോട്ട് മാറി, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളല്ലടാ കങ്കാരു, ഞാൻ പോയിട്ട് വരും. വണ്ടി മാറ്റടാ തോമ. പാപ്പോ എവിടേക്കാ? അവന്റെ അമ്മയുടെ കരിവീട്ടി. ആ മാത്തം പറഞ്ഞു വിട്ടല്ലടാ നിന്നെ. എവിടാ ഹെമക്ക്? கடவுள் சொன்னது ரைட் தான்பா. இவன் அவன் அப்பனோட புத்திசாலி. லாஸ்ட்ல ஃபில்ம் போட்டு உள்ள சேஃபா இருக்கான். பத்ரோ എടോ കുഞ്ഞെ, ആ കിടക്കുന്ന ചെറുക്കൻ തന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പണോ? ഉണ്ണേ, തൊണ്ട വെച്ച് കാറാതെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഭാഷയെ പറ. നിന്റെ മകൻ പാപ്പോയിയെ കൊല്ലാൻ അവൻ ആ മാത്തനും അവന്റെ ആ പാണ്ടിപ്പെരുമാളും കൂടെ ചതിയൊരുക്കി. പെങ്ങളെ കെട്ടിക്കാൻ തടി ബിസിനസിന് പോയതാണേ. പോയ എന്റെ കാറിന് ഒരു കുഴി ബോംബ് വെച്ച് മുട്ടിനാലഴക്കല്ലേ രക്ഷപ്പെട്ടത്. കാറ് പൊട്ടി തവിട്ട് പൊടി. കൂപ്പിൽ തടി പിടിക്കാൻ പോയ ആനയുടെ ചവിട്ട് കൊണ്ട എന്റെ ഉപ്പ ഈ മടി കിടന്നല്ലേ മരിച്ചത്. ആ ഉപ്പാടെ സ്ഥാനം ഇങ്ങക്ക് തന്നിട്ട് ഞാൻ ചോദിക്ക, ആരോടാ ഈ വീറും വാശിയും കാണിക്കണ കുഞ്ഞിപ്പ? അരയിൽ പിടിമുറുക്കിയ വടം ഒരു ചാണം നയക്കാമല്ലേ? അവൾക്ക് അവകാശപ്പെട്ടെന്ന് അവള് പറയുന്ന ആഞ്ഞിലിമൂട് അവളുടെ പേർക്ക് എഴുതാൻ ഒരു ദിവസം നിശ്ചയിച്ചോ ഉണ്ണി? എന്റെ കുഞ്ഞെ, നിനക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? ആകാശത്തിന് കീഴിൽ ഓരോ പുള്ളിക്കും കോമയ്ക്കും ഓരോ സമയമുണ്ട്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. ഈ 2 കുടുംബങ്ങളും എന്റെ വീട്ടിൽ വന്ന് പോയ വീഴ്ചകളൊക്കെ പറഞ്ഞു തീർക്കണം. അതെ. എന്റെ സൂസി, നമ്മുടെ അപ്പൻ എന്ത് നിഷ്കളങ്കനാടി. ഇനി അപ്പം മരിച്ചാൽ ചാവറ ഏലിയാസച്ചന്റെ അടുത്ത് അടയ്ക്കാ മതി.
പാപ്പേ പാപ്പ എന്നെ കെട്ടിച്ചില്ലെന്നല്ലേ ഉള്ളൂ. എന്റെ പാപ്പ വണ്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ. ஐயா, உங்க கைராசியில கொடுக்கிற இந்த 5 ரூபா போதும் எங்களுக்கு. ஐயா கையால காசு வாங்குறதே பெரிய பாக்கியம். எல்லாம் அந்த பெருமாளின் அருள். வாங்க ஐயா, அந்த ஆளுக்கு வந்து அப்படியா? ஆமா. ஐயா, நம்ம தமிழ்நாடு பூங்கரும்பு ஸ்வீட் ரொம்ப அதிகமா இருக்குமே. ஐயா, இது ஐயாவுக்கும் எனக்கும் ஒபிஷியல் மேட்டர். നീ എന്റെ മകനിട്ട് ബോംബ് വെച്ചു അല്ലടാ? എടാ പെരുമാളെ, നിന്റെ തമിഴ്നാട് പൂങ്കരിമ്പിനേക്കാൾ മധുരമുള്ളതാടാ എന്റെ മലയാളത്തിന്റെ നാടൻ അടി. ഇനി നിന്റെ വലതുകാൽ എന്റെ മണ്ണിൽ കുത്തിയാൽ നിന്റെ ശവം കൊണ്ടുപോകാൻ ഇതുകൂടെ കൊണ്ടുപോരെ.